ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिकाकान्त राधाकान्त नमोस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी शवानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालय कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। ഇപ്പോൾ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 13-ാമത്തെ അധ്യായം 24-ാമത്തെ ശ്ലോകം അല്ലേ? അതെ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവഥാ വർത്തമാനോപി ന സാ ഭൂയോ വിജായത്തെ. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണഃ സഹ സർവഥാ വർത്തമാനോപി ന സാ ഭൂയോ വിജായത്തെ. രൂപേശ്രീ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവദാ വർത്തമാനോപി ന സാ ഭൂയോ അഭിജായത്തെ. ഹരേ കൃഷ്ണ. കീർത്തന മാതാജി. ഹരേ കൃഷ്ണ. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവദാ സർവമാനോപി ന സാ ഭൂയേപി അഭിജായത്തെ. സുജയ പ്രഭു. हरे कृष्ण प्रभु धन्यवाद प्रणाम। य एवं वेत्ति पुरुषं प्रकृतिं च गुणैः सह सर्वदा वर्तमानोऽपि न स भूयो अभिजायते. हरे कृष्ण प्रभु. മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഭൗതിക പ്രകൃതിയെയും ജീവസത്തയെയും പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും വിശദമായി അറിഞ്ഞവർക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ലോകത്തിൽ അവർ വീണ്ടും ജനിക്കില്ല. ഹരീഷ്. One who understands this philosophy concerning material nature, the living entity, and the interaction of the modes of nature is sure to attain liberation. He will not take birth here again, regardless of his present position. അപ്പോൾ ഭഗവാൻ ഉറപ്പ് പറയാണ് എന്നാണ്. ആരാണോ ഈ തത്വത്തെ അതേപോലെ ആസ് ഇറ്റ് ഈസ് മനസ്സിലാക്കുന്നത്, അതേപോലെ ഭഗവാന്റെ ഭൗതിക പ്രകൃതി, ജീവാത്മാക്കളെ, അവരുടെ ഇടയിലുള്ള ഇൻട്രാക്ഷൻ, അന്യോന്യ ബന്ധങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ലിബറേഷൻ കിട്ടും. ഹി വിൽ നോട്ട് ടേക്ക് ബർത്ത് ഹിയർ അഗെയിൻ റിഗാർഡ്ലെസ് ഓഫ് ഹിസ് പ്രസൻറ്റ് പൊസിഷൻ. അപ്പോൾ അത് നമ്മൾ PhD ഡിഗ്രി ഉണ്ടെങ്കിൽ ശരി, ഒരു ഡിഗ്രി ഇല്ലെങ്കിലും ശരി, അതല്ല അതിൻ്റെ ക്രൈറ്റീരിയ. ഭൗതിക തലത്തിലുള്ള സ്റ്റാറ്റസ് അല്ല ഇവിടെ നോക്കുന്ന, ആധ്യാത്മിക തലത്തിലുള്ള സ്റ്റാറ്റസാണ്. ഇപ്പം നമ്മളുടെ ലിബറേഷൻ നമ്മളുടെ ഭൗതിക തലത്തിലുള്ള സ്റ്റാറ്റസിനെ അനുസരിച്ചായിരിക്കില്ല, ആധ്യാത്മിക തലത്തിലുള്ള സ്റ്റാറ്റസിനനുസരിച്ചായിരിക്കും. അപ്പോൾ എത്ര തന്നെ ധനികനായാലും ശരി, എത്ര തന്നെ സ്വത്തുണ്ടെങ്കിലും ശരി, പൊസിഷനും നെയിമും ഫെയിമും എല്ലാം എത്ര വലിയ പ്രധാനിയാണെങ്കിലും ശരി സൊസൈറ്റിയിൽ, അവർക്കൊന്നും ഈ സ്പിരിച്വൽ ക്രെഡിറ്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ധാമിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇഷ്യൂ ടു അറ്റൈൻ ലിബറേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഈ ലിബറേഷൻ ഇംപേഴ്സണൽ ലിബറേഷൻ അല്ല കേട്ടോ. ഇത് ലിബറേഷൻ ഡിവോട്ടീസിന് കിട്ടുന്ന ലിബറേഷനാണ്, ഭഗവത് പ്രാപ്തിയാണത്. മറ്റത് ഇംപേഴ്സണൽ ലിബറേഷനാണ്. ഇത് ഭഗവാന്റെ ധാമിലേക്ക് ഭഗവാന്റെ സേവകനായിട്ടുള്ള
ആ ഒരു പദവിയിലേക്കാണ് നമ്മളെ ഉയർത്തപ്പെടുക. സോ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. യെസ്, ആ മാധവി. അപ്പൊ ഇംപേഴ്സണൽ ലിബറേഷൻ പറയുന്നവർക്ക് ഇതിനെക്കുറിച്ച് തിരിച്ചറിയില്ലല്ലോ അല്ലെ, റിലേഷൻ ഒന്നും. അതുകൊണ്ട് അവർക്ക് ഭഗവാന്റെ ആ പേഴ്സണാലിറ്റിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടേക്ക് എത്തില്ല. അവർ ഇംപേഴ്സണൽ അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതല്ലേ ഭഗവാൻ നടത്തുന്നത്. നമ്മളുടെ ആഗ്രഹം എന്താണെന്നനുസരിച്ചിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യും. പക്ഷെ നമുക്ക് ആഗ്രഹം ഇതാണ്, ഇംപേഴ്സണൽ ലിബറേഷൻ ആണെങ്കിൽ അതന്നെ അവോയ്ഡ് ചെയ്യുള്ളൂ. ഭഗവാനെ സേവിക്കാനുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ അവിടെ വെറുതെ സ്റ്റഡിയിലേക്ക് വടി നിന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ആ ഒരു ഇൻക്ലിനേഷൻ വേണ്ടേ ഭഗവാനെ സേവിക്കാൻ. ഭഗവാനെ സേവിക്കാൻ ഇൻക്ലിനേഷനുള്ളവർ മാത്രമേ, ഭക്തന്മാരെ മാത്രമേ അവർക്ക് അവിടെ ആധ്യാത്മിക ലോകത്തിലേക്ക് കടത്തുള്ളൂ. ബാക്കിയൊക്കെ അവിടെ പേഴ്സണൽ ജ്യോതിയിൽ വിടും. അവർക്കതാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ഇൻക്ലിനേഷൻ ഇല്ല, സെർവ് ചെയ്യാനുള്ള ഒരു ഇതില്ലെങ്കിൽ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ഇഷ്ടംപോലെ ഭക്തന്മാർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, അവരല്ലേ കൊണ്ടുള്ളൂ. So clear understanding of material nature, the super soul, the individual soul and their interrelation makes one eligible to become liberated and turn to the spiritual atmosphere without being forced to return to this material nature. ഇതെല്ലാം അതിൻ്റേതായിട്ടുള്ള തലത്തിൽ മനസ്സിലാക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും സ്പിരിച്വൽ സ്കൈയിലേക്ക് പോകാൻ പറ്റും. This is the result of knowledge. The purpose of knowledge is to understand distinctly that the living entity has by chance fallen into the material existence. നമ്മൾ എന്തോ കാരണത്താൽ ഇവിടേക്ക് ഭൗതിക ലോകത്തിലേക്ക് വന്നു. അതെന്താണ് കാരണം അതൊന്നും ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. പ്രവാദ പറയുന്ന വീട് തീ പിടിച്ചാൽ അത് എവിടുന്ന് തീ പിടിച്ചു, എങ്ങനെ തീ പിടിച്ചു, ആരാണെന്ന് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പെട്ടെന്ന് പുറത്തേക്ക് ചാടാൻ നോക്കുക, രക്ഷപ്പെടാൻ നോക്കുക. അതുപോലെ നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ വന്ന് പെട്ട് കഴിഞ്ഞു, ഇതൊന്നും എങ്ങനെയാണ് കരകയറാൻ അതും നോക്കുക. അല്ലാണ്ട് ഇതിപ്പോൾ എപ്പോൾ തുടങ്ങി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കില്ല. അപ്പം സമം വി ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്. അപ്പോൾ അതാണ് നോക്കേണ്ടത്. പല ആൾക്കാരും അതിനെ ഇൻവെസ്റ്റിഗേറ്റ് നോക്കും, ഇതിൻ്റെ തുടക്കം എവിടെയാണ്. അപ്പോൾ ഇതൊക്കെ ഇൻകൺസീവബിൾ ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഭഗവാന്റെ എഴുതി കുറിച്ചൊന്നുമില്ല. കുറേയൊക്കെ നമ്മുടെ സെയിൻലി പേഴ്സണാലിറ്റി സാധുജനങ്ങളുടെ ആ മെഡിറ്റേറ്റീവ് പവർ കൊണ്ട് അവർക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് പറഞ്ഞു തരുന്നു. പക്ഷേ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് നമുക്ക് പറഞ്ഞു തരില്ല. ഇതൊക്കെ നമ്മൾ എന്താണോ അതിൻ്റെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് രക്ഷപ്പെടാൻ പറ്റും. So by his personal endeavor in association with authorities, saintly persons and a spiritual master, he has to understand his position and then revert to spiritual consciousness or Krishna consciousness by understanding Bhagavad Gita as it is explained by the personality of God. അപ്പോൾ ആരുടെ അസോസിയേഷനിൽ നമ്മളുടെ പേഴ്സണൽ എൻഡേവറും പിന്നെ ഭക്തന്മാരുടെ ആ സത്സംഗത്തിൻ്റെ ഒരു ബലത്തിലും ഗുരു സാധു ശാസ്ത്ര അങ്ങനെ മാത്രമേ നമുക്ക് ഇതിവിടുന്ന് കരകയറാൻ പറ്റൂ. നമ്മുടെ എൻഡവർ വേണം. പ്രത്യേകിച്ചുണ്ട് ബൈസ് പേഴ്സണൽ എൻഡവർ ഉണ്ടാതിരുന്നൊന്നും കരം നിറക്കില്ല. കരയുന്ന കുട്ടിക്ക് പാല് കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും പ്രയത്നിക്കുക, അധ്വാനിക്കാൻ വേണം, ഡിവോഷൻ സർവീസ് ചെയ്യാൻ വേണം. പിന്നെ ഭഗവാന്റെയും ഗുരുജനങ്ങളുടെയും വൈഷ്ണവന്മാരുടെയും കൃപാകടാക്ഷം, അനുകമ്പ, ബ്ലെസ്സിങ്സ് ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന സ്ഥലത്ത് എത്താൻ പറ്റും. So then it is certain that he will never come again into this material existence. He will be transferred into the spiritual world for a blissful eternal life of knowledge. നമുക്ക് സച്ചിദാനന്ദമായിട്ടുള്ള ആ ദേഹം കിട്ടിയിട്ട് ഭഗവാന്റെ തൃപ്പാദത്തിൽ ശരണം പ്രാപിക്കാനുള്ള എല്ലാ അവസരവും ആ ഓരോ ഭക്തന്മാർക്കും കിട്ടും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും അടുത്ത ശ്ലോകം പോവാം. ടെക്സ്റ്റ് 25. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മനമാത്മന അന്യേ സംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മനമാത്മന അന്യേ സംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. രൂപേശ്വരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി.
ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ഹരേ കൃഷ്ണ. അർച്ചന മാതാജി. ഹരേ കൃഷ്ണ. ജ്ഞാനേനാത്മതി പശ്യന്തി കേചിദാത്മനാത്മനാ അന്യേ സഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ഇപ്പോൾ സുജയ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, ധന്യവാദം. ധ്യാനേ ആത്മനി പശ്യന്തി കേചിത് ആത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ഹരേ കൃഷ്ണ പ്രഭു, ധന്യവാദം. ബബിത മാതാജി. ജ്ഞാനേനാത്മനി പശ്യന്തി കേചിദാത്മനാം ആത്മനാ അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. വെരി ഗുഡ് മാതാജി. ട്രാൻസ്ലേഷൻ മലയാളം. ചിലർ ധ്യാനം കൊണ്ട് പരമാത്മാവിനെ തങ്ങളിൽ തന്നെ കാണുന്നു. മറ്റു ചിലർ തത്വശാസ്ത്രപരമായ ചർച്ചകളിലൂടെയും ചിലർ നിഷ്കാമ കർമ്മയോഗം കൊണ്ടും പരമാത്മാവിനെ കണ്ടെത്തുന്നു. ഹരീഷ്. Very good. Some perceive the super soul within themselves through meditation, others through cultivation of knowledge, and still others through working without fruitive research. 3 തരത്തിലാണ് പരമാത്മാവിനെ പെർസീവ് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒന്ന് ധ്യാനത്തിലൂടെ, ഒന്ന് ജ്ഞാനത്തിലൂടെ, ഒന്ന് നിഷ്കാമകർമ്മത്തിലൂടെ. നിഷ്കാമകർമ്മം ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് അല്ല കേട്ടോ, വിത്തൗട്ട് ഫ്രൂട്ടീവ് ഡിസൈസ്. ഇതും എല്ലാം 3 ഭഗവാനെ ദർശിക്കാനുള്ള ഒരു വഴിയാണ്. പക്ഷെ അത് പരമാത്മാവിനെ മനസ്സിലാക്കാനേ പറ്റുന്നുള്ളൂ. പക്ഷെ ഭഗവാന്റെ തലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭക്തി തന്നെ വേണം. The Lord informs Arjuna that the conditioned souls can be divided into 2 classes as far as man's search for self-realization concerned. Those who are atheists, agnostics, and skeptics are beyond the sense of spiritual understanding. ഇപ്പോൾ ഇവരൊക്കെ ഒഴിവാക്കണം. 2 തരത്തിലുള്ള ക്ലാസ്സസ് ആണ് അല്ലേ, കണ്ടീഷൻ സോൾ. But there are others who are faithful in their understanding of spiritual life, and they are called introspective devotees, philosophers, and workers who have renounced fruitive research. Those who always try to establish the doctrine of monism are also counted among the atheists and agnostics. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ വരും ഇമ്പേഴ്സണലിസ്റ്റ്. നിഷ്കാമകർമ്മം ജ്ഞാനം ധ്യാനത്തിൽ വരില്ല. അവർ ഇതിലാണ് എത്തിസ്റ്റ് അഗ്നോസ്റ്റിക്സ്, അതിലാണ് ഇമ്പേഴ്സണലിസ്റ്റിനെ കണക്കാക്കിയിരിക്കുന്നത്. Those who always try to establish the doctrine of monism. എന്താ മോണിസം? നമ്മൾ ഭഗവാനിൽ ചെന്ന് ചേരും, നമ്മളും ഭഗവാൻ ഒന്നാണുള്ളത്. Are also counted among the atheists and agnostics. In other words, only the devotees of Supreme Personality of Godhead are best situated in spiritual understanding, because they understand that beyond this material nature are the spiritual world and the Supreme Personality of Godhead, who is expanded as Paramatma, the super soul in everyone, the all-pervading Godhead. Of course, there are those who try to understand the Supreme Absolute Truth by cultivation knowledge, and they can be counted in the class of the faithful. അതായത് ജ്ഞാനികൾ, they can be counted as class of the faithful. Sankhya philosophers analyze this material world into 24 elements, and they place the individual soul as the 25th item. When they are able to understand the nature of the individual soul to be transcendental to the material elements, they are able to understand also that above the individual soul there is the Supreme Personality of God. സാഖ്യ ഫിലോസഫി മെയിനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന 24 എലിമെൻറ്റ്സ് ആണ്. അതിൻ്റെ മീതെയാണ് സോൾ, അതിൻ്റെ മീതെയാണ് സൂപ്പർ സോൾ. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ആൾക്കാർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ വെറും 24 എലിമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, അതിന് മീതെ സോളില്ല, പരമാത്മാവില്ല. ഇതെല്ലാം കോമ്പിനേഷൻ, ഡിഫറെൻറ്റ് പെർമിറ്റേഷൻ കോമ്പിനേഷനുള്ള ഒരു ഇതാണ്, ലൈഫ് ഫോഴ്സാണ് നമ്മുടെ എന്ന് പറയുന്ന ആൾക്കാർക്ക്
അതെല്ലാം എത്തിസ്റ്റാണ്. പക്ഷേ സോളിനെയും പരമാത്മാവ് സൂപ്പർ സോളിനെയും വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് തീർച്ചയായിട്ടും പടിപടിയായിട്ട് ഉയർന്ന് ഭക്തൻ്റെ ആ ലെവലിലേക്ക് വരാൻ പറ്റും. The Sankhya philosophers analyze the material world into 24 elements and they place okay. And above the individual soul is the supreme personality of Godhead, is 26th element. Thus, gradually, they also come to the standard of devote service in Krishna consciousness. Gradually. അപ്പോൾ ആദ്യം 24 എലിമെൻറ്റ്സ് മനസ്സിലാക്കി, ജീവാത്മാവിനെ മനസ്സിലാക്കി, പരമാത്മാവിനെ മനസ്സിലാക്കി, പിന്നെയാണ് ഭഗവാന്റെ ആ ഒരു മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ അവർ ഗ്രാജ്വലി കൃഷ്ണാവബോധത്തിലേക്ക് വരും. Those who work without fruitive results are also perfect in their attitude. They are given a chance to advance to the platform of devoted service in Krishna consciousness. Here it is stated that there are some people who are pure in consciousness and who try to find out super soul by meditation. And when they discover the spiritual super soul within themselves, they become transcendently situated. Similarly, there are others who also try to understand the supreme soul by cultivation of knowledge, and there are others who cultivate the Hatha Yoga system and who try to satisfy the supreme personality of Godhead by childish activities. Okay. അപ്പോൾ ഹഠയോഗ, ഹഠയോഗിയും അഷ്ടാംഗയോഗയായിട്ട് എന്താ തമ്മിൽ വ്യത്യാസം അറിയോ? ഞാനൊരു ക്ലാസ്സിൽ കേട്ടതാണ്, അത് ഓത്തൻറ്റിക് ആണോ എനിക്കറിയില്ല. അഷ്ടാംഗ യോഗ എത്ര 8 ലിംസ് അല്ലേ? അഷ്ടാംഗ യോഗയ്ക്ക് 8 ലിംസ് ഉണ്ടെങ്കിൽ അത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര. പക്ഷേ ഹഠയോഗയിൽ യമ നിയമങ്ങളില്ലാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്ട്രേറ്റ് അവേ എവിടെ നിന്നാണ്? അതായത് സിറ്റിംഗ് പോസ്ചർ, ആസന, പ്രാണായാമ, പ്രത്യാഹാരം അങ്ങനെയാണ്. പക്ഷേ യമ നിയമങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. വെരി ഡിഫിക്കൽട്ട്. റെഗുലേഷൻ വേണമെങ്കിൽ യമ നിയമങ്ങൾ വേണം. അപ്പോൾ അതുകൊണ്ട് ഹഠ എന്നുള്ള വാക്ക് തന്നെ ഹട്ട്, അതിനെ ഹഠാദിയ. ഇതിനെ ആദ്യത്തെ യമ നിയമത്തിനെ ഹഠാദിയാന്ന്. അതാണ് ഹഠ എന്ന് പറഞ്ഞിട്ടുള്ള യോഗ എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ കേട്ടതാണ്. അതിൻ്റെ അതോറിറ്റി എനിക്കറിയില്ല. അപ്പോൾ അതില്ലാണ്ട് ബാക്കി 6 ലിംസേ ഉള്ളൂ അതിൽ. അപ്പോൾ അത് ഫുള്ളല്ല. അഷ്ടാംഗ എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ടുള്ള ഒരു യോഗ സിസ്റ്റം, പാതാഞ്ജലി ഇതാണ് സിസ്റ്റമാണ്, യോഗ സിസ്റ്റമാണ്. മറ്റത് ഒരു റെഡ്യൂസ്ഡ് വെർഷനാണ്. അപ്പൊ പ്രഭുജി ഇന്ന് പഠിപ്പിക്കുന്ന യോഗകളിലൊക്കെ ഹഠയോഗം വരുമോ? ഇന്ന് സാധാരണ യോഗ ഇന്ന് ഹഠയോഗത്തിലെ ഈ അഷ്ടാംഗത്തിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് പ്രാണായാമം പഠിപ്പിക്കും, ബ്രീതിങ് എക്സസൈസ്, സിറ്റിംഗ് പോസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ 8 അംഗത്തിലെ കാര്യമായിട്ട് പ്രാണായാമം, ബ്രീതിങ് എക്സസൈസ് നമ്മുടെ ആ ഒരു ഫിസിക്സിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് കണക്ഷൻ വിത്ത് ഗോഡ് ആ യോഗ ഇല്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് ഇതുള്ളൂ. സിറ്റിംഗ് പോസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും കുറച്ച്. പിന്നെ വേറെ യോഗ, ഇപ്പോൾ മോഡേൺ യോഗ സ്റ്റുഡിയോ ഒക്കെ പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മറ്റത് യമമില്ല, നിയമമില്ല, ഒന്നുമില്ല. കുറച്ച് ഈ യോഗ, അതായത് ഒരു ഇതിന്നും വ്യതിചലിച്ച് കുറച്ച് ഡീവിയേറ്റ് ആയിട്ടുള്ളൊരു യോഗ സിസ്റ്റം ആണെങ്കിൽ കൂടിയിട്ട് യമനിയമൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഹഠയോഗത്തിൻ്റെ വേറൊരു പെർവേർട്ടഡ് റിഫ്ലക്ഷനാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. മറ്റേ ജിമ്മിൽ പോകുന്നത് അത് എക്സസൈസ് മാത്രമാണ്. അപ്പോൾ എല്ലാം ഡൈല്യൂട്ടായി വന്നു. യമമില്ല, നിയമമില്ല, വേറെ ഒന്നുമില്ല. ധ്യാനമില്ല, ധാരണയില്ല, സമാധിയില്ല, ഒന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് ഈ 2 ഐറ്റംസ് മാത്രം ഫോക്കസ് ചെയ്യുന്നു. എന്താണ്? അന്ന് ബ്രീത്തിങ് ചെയ്യുന്നുണ്ട് അവർ. എക്സലേഷനും ഇന്നലേഷനും ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ പെർട്ടിക്കുലർ സിറ്റിംഗ് പോസ്റ്റേഴ്സ് പറയുന്നുണ്ട് ടു സം എക്സ്റ്റെൻറ്റ്. പദ്മാസനം, ശവാസനം, അതും മറ്റൊന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ആ ടേംസ് ഒക്കെ ഉപയോഗിക്കും. പക്ഷെ എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയില്ല. ഇത് ഭഗവാനുമായിട്ടുള്ളൊരു യൂണിയനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് അവർക്കറിയില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ടോട്ടലി ഒരു ഡൈല്യൂട്ടഡ് വേർഷനാണ് ഇന്നത്തെ യോഗ സിസ്റ്റം. ഇവിടെ നമ്മളെടുത്ത് Hatha yoga system, and who try to satisfy the supreme personality of Godhead by childish activities.
അതായത് കുട്ടികളുടെ കളി പോലെ. ഇപ്പം നമുക്ക് കുട്ടികൾക്ക് കാറ് വേണമെന്ന് പറയുന്നതുകൊണ്ട് കാറ് മേടിച്ച് കൊടുക്കില്ലേ? കാറ് മേടിച്ചിട്ട് നീ ഡ്രൈവറാണ്, നീ ഓടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഫീലിംഗ് വരും, അവരും വണ്ടി ഓടിക്കുക എന്നുള്ളത്. അതേപോലെ ഈ ഹഠയോഗ സിസ്റ്റം എന്താണ്? വുഡ് ട്രൈ ടു സാറ്റിസ്ഫൈ സുപ്രീം പേഴ്സണാലിറ്റി ബൈ ദ ചൈൽഡിഷ് ആക്ടിവിറ്റീസ്. കുട്ടികൾക്ക് കളിക്കോപ്പ് കിട്ടുന്ന പോലെ കടിച്ച് അത് ശരിക്കും ഭക്ഷണം വയ്ക്കുകയാണ്. അവർക്ക് കുറച്ച് പാത്രങ്ങളും കയ്യിലും സ്പൂണൊക്കെ കൊടുത്തിട്ട് ഒരു ചട്ടിയൊക്കെ കൊടുത്തിട്ട് ഒരു ചെറിയൊരു കുക്കറൊക്കെ ഉണ്ടായിക്കൊള്ളാൻ പറയും. അതേപോലെ ഈ ഹഠയോഗമൊക്കെ അതേപോലുള്ളൊരു സിസ്റ്റമാണെന്ന് പറയാം ഭഗവാൻ. അതുകൊണ്ടൊന്നും നമ്മൾ ഭഗവാനായിട്ടുള്ള യൂണിയൻ, ഒരു കണക്ഷൻ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് 26. അന്യേ ത്വേവം അജാനന്താ ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേപി ചാതിതരന്തി ഏവ മൃത്യും ശ്രുതിപരായണ. അന്യേ ത്വേവം അജാനന്ത ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേപി ചാതിതാരന്ത്യേവ മൃത്യും ശ്രുതിപരായണ. രൂപേശ്വര മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. അന്യേ തേ ഏവം അജാനന്താ ശ്രുത്വാ വാന്യേഭ ഉപാസതേ തേപി ചാദീതരന്ത്യേവ മൃത്യും ശ്രുതി പരായണഃ. ഹരേ കൃഷ്ണ. ബബിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. അന്യേതം അജാനന്ത ശ്രുത്വേനേഭായ ഉപാസതേ തേപി ചാതിതരന്ത്യേവ മൃത്യും ശ്രുതി പരായണഃ. സുജയ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ധന്യവാദം. അന്യേ ത ഏവം അജാനതഃ ശ്രുത്വാ യേഭ്യേയ ഉപാസതേ തേയപി ചാതിരന്ത്യേവ മൃത്യും ശ്രുതി പരായണഃ. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി. അന്യേതേവമജാനന്ത ശ്രുത്വാ നീതാ ഉപാസതേ തേപി ചാതിതാരേന്ദേവ മൃത്യു ശ്രുതിപരായണ. മാതാജി. ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ പ്രഭുജി. അർച്ചന അടുത്ത് മലയാളം ഉണ്ടോ? അർച്ചന ഇപ്പൊ ഉണ്ടോ? കയ്യിലുണ്ട്. വായിക്കണോ? പിന്നെയും ചിലരുണ്ട് വേണ്ടത്ര ആധ്യാത്മിക ജ്ഞാനമില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഭഗവത് ചരിത്രം കേട്ടറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയവർ. പ്രാമാണികരിൽ നിന്ന് കേൾക്കുന്നതിൽ ഔത്സുക്യമുള്ളതുകൊണ്ട് അവരും ജനന മരണങ്ങൾക്കപ്പുറം കടക്കുന്നു. Again, there are those who, although not conversant in spiritual knowledge, begin to worship the Supreme Person upon hearing about Him from others. Because of their tendency to hear from authorities, they also transcend the path of birth and death. അപ്പോൾ ഇനി വീണ്ടും എന്താണ് പറയുന്നത്? എഗെയിൻ there are those, ചില ആൾക്കാരുണ്ട്, അവർക്ക് ആധ്യാത്മിക തലത്തിൽ വലിയ ജ്ഞാനമൊന്നുമില്ല, പക്ഷേ മറ്റുള്ളവർ പറഞ്ഞ ഓത്തൻറ്റിക് സോഴ്സിൽ നിന്ന് കേട്ട് ആ പാത്ത് സ്വീകരിച്ച് അഡ്വാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതോറിറ്റീസ്, ദ ടെൻഡൻസി ടു ഹിയർ ഫ്രം അതോറിറ്റീസ്, ദ ആൾസോ ട്രാൻസെൻഡ് പാത്ത് ഓഫ് ബർത്ത്. അവരും സംസാരസാഗരം മറികടക്കും, ഭാവസാഗരം മറികടക്കും. This verse is particularly applicable to modern society because in modern society there is practically no education in spiritual matters. Some of the people may appear to be atheistic or agnostic or philosophical, but actually there is no knowledge of philosophy. As for the common man, if he is a good soul, then there is a chance for advancement by hearing. This hearing process is very important. അപ്പോൾ ഇതൊന്നും അറിയില്ലെങ്കിലും ശരി, അവർക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ, അതായത് എനിക്ക് അറിയാനുള്ളൊരു ആഗ്രഹമുണ്ട്, അപ്പോൾ അങ്ങനത്തെ ഒരു റൈറ്റ് അതോറിറ്റി നമുക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോഗ്രസ് ചെയ്തിട്ട് അവർക്കും ഈ ഭവസാഗരം കരകയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹിയറിംഗ് പ്രോസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രവണം വളരെ പ്രാധാന്യമുള്ളൊരു ഘടകമാണ്. Lord Chaitanya, who preached Krishna consciousness in the modern world,
gave great stress to hearing, because if the common man simply hears from authoritative sources, he can progress, especially according to Lord Chaitanya. അതുകൊണ്ടാണ് ശ്രവണം ആദ്യം വെച്ചിരിക്കുന്നത്. നവവിധ ഭക്തിയിൽ ശ്രവണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കീർത്തനാണ് ഏറ്റവും ഇത്, പക്ഷേ ശ്രവണമില്ലാണ്ട് കീർത്തനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഫസ്റ്റ് പ്ലേസ് ഇരിക്കുന്നത് ശ്രവണമാണ്. ഇമ്പോർട്ടൻറ്റ് എലിമെൻ്റ് കീർത്തനം ആണെങ്കിലും കൂടിയിട്ട് നമുക്ക് ശരിക്കും ശ്രവണം ഉണ്ടെങ്കിലാണ് കീർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ചൈതന്യ മഹാപ്രഭു ശ്രവണത്തിന് വളരെ പ്രാധാന്യം നൽകുന്നത്. According to Lord Chaitanya, if he hears the transcendental vibration of Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, it is stated, therefore, that all men should take advantage of hearing from realized source, gradually become able to understand everything. Tadvidhi pranipadena pariprasnena sevaya upadekshanti tetnyanam jnaninas tattvadarshina. തത്വദർശിയാണ്, റിയലൈസോഡ് ആയിരിക്കണം. അപ്പോൾ അവരെന്ന് കേട്ടാൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് അത് വേറെ തലത്തിലായിരിക്കും. The worship of the Supreme Lord will then undoubtedly take place. അപ്പോൾ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സും പറയും, അതെ, ദിസ് ഇസ് ദ റൈറ്റ് പാത്ത്, നമുക്ക് ഈ ഡിവോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ മനുഷ്യജന്മത്തിൽ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അറിവ് കിട്ടുള്ളൂ. Lord Chaitanya has said that in this age no one needs to change his position, but one should give up the endeavor to understand the absolute truth by speculative reasoning. Okay? ജ്ഞാനമാർഗത്തിലൂടെ, സ്പെക്കുലേഷനിൽ കൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക. One should learn to become the servant of those who are in knowledge of the Supreme Lord. ഭക്തന്മാരിൽ നിന്ന് കേൾക്കുക, servant of Supreme Lord. If one is fortunate enough to take shelter of a pure devotee, hear from him about self-realization and follow in his footsteps, one will be gradually elevated to the position of a pure devotee. In this verse particularly, the process of hearing is strongly recommended, and this is very appropriate. Although the common man is often not as capable as so-called philosophers, faithful hearing from an authoritative person will help one transcend this middle existence and go back to Godhead, back to home. എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ്? കാരണം ഇത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ വളരെ പോസിറ്റീവായിട്ട്, ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ്, ട്രാൻസെൻഡന്റ് സൗണ്ട് വൈബ്രേഷൻ. നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള പൊട്ടൻഷ്യലുള്ള മന്ത്രമാണ് ഹരേ കൃഷ്ണ മന്ത്രം. അത് കേൾക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആ ഒരു എല്ലാ ലിംസും നമ്മൾ ഫോളോ ചെയ്യും, അല്ലേ? എല്ലാ ലിംസും ഫോളോ ചെയ്യും. ശ്രവണം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെന്ന കീർത്തനം, വിഷ്ണു സ്മരണം. സോ 1 by 1 ആയിട്ട് പ്രോഗ്രസീവായിട്ട് നമ്മൾ അത് ചെയ്യാനുള്ള ഒരു ഇൻക്ലിനേഷൻ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രവണത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ആര്? ചൈതന്യ മഹാപ്രഭു. ടെക്സ്റ്റ് 27. യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിധി ഭരതർഷഭ. ഹരേ കൃഷ്ണ. രൂപീശ്വരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. ഹരേ കൃഷ്ണ പ്രഭുജി. അർച്ചന മാതാജി. യാവൽ സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവരഞ്ജഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിധി ഭരതർഷഭ. സുജയ പ്രഭു. हरे कृष्ण प्रभु दंडवत. यावत् संजायते किंचित सत्वं स्थावर जंगमां क्षेत्रज्ञ संयोगात् तद्विधि भरतर्षभा. हरे कृष्ण प्रभु दंडवत. बबीता माताजी. यावत् संजयते किंचित् सत्वं स्थावर जंगमं क्षेत्रज्ञ संयोगात् तद्विधि भरतर्षभा. Very good. Okay.
Rupeshri Mataji, translation. ഹരേ കൃഷ്ണ പ്രഭുജി. ഹേ ഭരതശ്രേഷ്ഠ, ഇവിടെ കാണപ്പെടുന്ന ചരാചരങ്ങളെല്ലാം ക്ഷേത്രങ്ങളുടെയും അതായത് കർമ്മമണ്ഡലത്തിന്റെയും ക്ഷേത്രജ്ഞന്മാരുടെയും കർമ്മമണ്ഡലങ്ങളെ അറിയുന്നവരുടെയും സംയോഗത്തിൽ നിന്നുളവായതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. Very good. O chief of the Bharatas, know that whatever you see in existence, both the moving and the non-moving, is only a combination of the field of activities and the knower of the field. അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ ചരാചരങ്ങളിലും എന്താണ്? ബോഡി ഉണ്ട്, ബോഡിയുടെ ഉള്ളിൽ സോളുണ്ട്. അതായത് മൂവിങ്ങൾ സ്ഥാവര ജംഗമം അല്ലേ? എല്ലാം മൊബൈലായിട്ടുള്ള ലിവിങ് എഡിറ്റേഴ്സ്, മൊബൈലായിട്ടുള്ള ലിവിങ് എഡിറ്റേഴ്സ്, എല്ലാവർക്കും ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിൻ്റെ ആത്മാവുണ്ട്. അപ്പോൾ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസാണ് ദേഹം. ആ നോവർ ഓഫ് ദി ഫീൽഡാണ് സോള്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ കാണുന്നതെല്ലാം. എല്ലാ ചരാചരങ്ങളിലും കാണുന്ന ഇതിൻ്റെ കോമ്പിനേഷൻ. ഒരു ശരീരം, ആത്മാവ്, ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ മാറ്റർ ആൻഡ് സ്പിരിറ്റ്, ശരീരം മാറ്ററും സോള് സ്പിരിറ്റും, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ മാത്രമാണ് ഇവിടെ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. Both material nature and the living entity, which were existing before the creation of the cosmos, are experienced in this verse. Whatever is created is but a combination of the living entity and the material nature. അപ്പോൾ ഇത് ഈ മെറ്റീരിയൽ നേച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ടത്. ദർ ആർ മെനി മാനിഫെസ്റ്റേഷൻ ലൈക്ക് ട്രീസ്, മൗണ്ടൻസ് ആൻഡ് ഹിൽസ് വിച്ച് ആർ നോട്ട് മൂവിങ്, ആൻഡ് ദർ ആർ മെനി എക്സിസ്റ്റൻസസ് വിച്ച് ആർ മൂവിങ്. And all of them are but combinations of material nature and the superior nature, the living entity. Without the touch of the superior nature, the living entity, nothing can grow. അപ്പോൾ ഈ ശരീരം വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്, കോൺഷ്യസ് ബീയിങ് ഉണ്ട്, സെൻറ്റിയൻ ബീയിങ് ഉണ്ട്. ഓക്കെ, വെറും മാറ്റർ ആണെങ്കിൽ അത് വളരില്ല. ഓക്കെ, സോ വൈറ്റ് ഗ്രോസ്. എന്തുകൊണ്ടാണ് വളരുന്നത്? ബിക്കോസ് ദർ ഇസ് എ കോൺഷ്യസ് ബീയിങ്, അത് ആത്മാവ്. അപ്പോൾ അതിൻ്റെ ആ കോമ്പിനേഷനാണ് ഇവിടെ പറയുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെറ്റീരിയൽ നേച്ചർ ആൻഡ് ദ സ്പിരിച്വൽ നേച്ചർ ഈസ് എറ്റേണലി ഗോയിങ് ഓൺ, ആൻഡ് ദിസ് കോമ്പിനേഷൻ ഈസ് എഫക്റ്റഡ് ബൈ ദ സുപ്രീം ലോർഡ്. ദെയർഫോർ he is the controller of both the superior and material nature. ഭഗവാന്റെ ആ ഒരു അധ്യക്ഷതയിലാണ് ഇതെല്ലാം നടക്കുന്നത്. The material nature is created by him and the superior nature is placed in this material nature, and thus all these activities and manifestation takes place. ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛപ്രകാരം ഈ ഭൗതിക പ്രകൃതിയും ഭഗവാനിൽ നിന്ന് വരുന്നു, ലിവിങ് എൻറ്റിറ്റീസും ഭഗവാനിൽ നിന്ന് വരുന്നു. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന എല്ലാ ലിവിങ് എൻറ്റിറ്റീസും. അപ്പോൾ ഓരോ ലിവിങ് എൻറ്റിറ്റീസിനും മെറ്റീരിയൽ നേച്ചറുണ്ട്, സ്പിരിച്വൽ നേച്ചറുണ്ട് അല്ലേ? ആത്മാവ് സ്പിരിറ്റും മറ്റേ ദേഹം മെറ്റീരിയലും. 28. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യസ്തു അവിനാശ്യന്തം യ പശ്യതി സ പശ്യതി. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യസ്തു അവിനാശ്യന്തം യ പശ്യതി സ പശ്യതി. രൂപേശ്വരി മാതാജി. കൃഷ്ണ പ്രഭുജി. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യത്സ അവിനാശന്തം യാ പശ്യതി സ പശ്യതി. ഹരേ കൃഷ്ണ പ്രഭുജി. കവിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സമം സർവേഷു ഭൂതേഷു തിഷ്ഠാന്തം പരമേശ്വരം വിനാശത് അവിനശ്യന്തം യഃ പശ്യതി സ പശ്യതി. സുജയ പ്രഭു. हरे कृष्ण प्रभु धन्यवाद. समं सर्वेषु भूतेषु तिष्ठन्तं परमेश्वरं विनश्यन्तः अविनश्यन्तं यः पश्यति स पश्यति. हरे कृष्ण प्रभु. अर्चना माताजी. हरे कृष्ण. समं सर्वेषु भूतेषु तिष्ठन्तं परमेश्वरं विनश्यस्य विनश्यन्त्यं या पश्यन्ति स पश्यति. ഓക്കെ, ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ മാതാജി.
സർവശരീരങ്ങളിലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവിനെ കാണുകയും നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും നശിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥമായ കാഴ്ചയുള്ളവൻ. Okay. യാ പശ്യതി സ പശ്യതി സമ സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. എല്ലാ ജീവജാലങ്ങളിലും ആരുണ്ട്? പരമേശ്വരം. ആരാണ് പരമേശ്വരം? സൂപ്പർ സോൾ. അപ്പോൾ എന്താണ് പറയുന്നത്? വൺ ഹു സീസ് ദ സൂപ്പർ സോൾ അക്കമ്പനിങ് ദ ഇൻഡിവിജ്വൽ സോൾ ഇൻ ഓൾ ബോഡീസ് ആൻഡ് ഹു അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് neither the soul nor the super soul within the destructible body is ever destroyed actually. ആരാണ് ശരിക്കും കാണുന്ന ആളെ? ഏതൊരു വ്യക്തിയാണോ തൻ്റെ ദേഹത്തിൻ്റെ ഉള്ളിൽ ജീവാത്മാവും പരമാത്മാവും ഉണ്ട്, അതൊരിക്കലും നശിക്കില്ല എന്ന് അറിയുന്ന ആൾ മാത്രമാണ് ശരിക്ക് കാണുന്ന വ്യക്തി. ബാക്കിയൊന്നും കാണുന്നില്ല. ആസ് ഇറ്റ് ഈസ് കാണുന്നത് ഇതറിയുന്നവർ മാത്രമാണ്. മറ്റത് ഇഗ്നോറൻ്റ് ആണ്. കാരണം അവർ ഈ ശരീരം മാത്രമേ കാണുന്നുള്ളൂ, അതിൻ്റെ ഉള്ളിലെ ആത്മാവിനെ കാണുന്നില്ല. ആത്മാവ് ഉണ്ടോയെന്നും അറിയില്ല. ഇതെല്ലാം പല ആൾക്കാരും സയൻറ്റിസ്റ്റ്, മോഡേൺ സയൻറ്റിസ്റ്റ് പറയും ദിസ് ബോഡി ഓർ ദിസ് പേഴ്സൺ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് കെമിക്കൽസ് എന്ന് പറയും. അപ്പോൾ കെമിക്കൽസ് ജഡവസ്തുവാണ്, മാറ്ററാണ്, അതിന് ലൈഫ് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ലാബറട്ടറിയിൽ നമുക്ക് കെമിക്കൽ ഉപയോഗിച്ചിട്ടൊരു മനുഷ്യനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിവിങ് ഒരു കൊതുവിനെയും കൂടി നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. സോ വൈ ദേ ആർ saying this we don't know. Life is, or this body is a combination of different chemicals nu parayunnu. So anyone who by good association can see three things combined together: the body, the proprietor of the Krishna, sorry, the proprietor of the body or individual soul. അപ്പോൾ ശരിക്ക് ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത് മൂന്നും കാണാൻ പറ്റും. ശരീരം കാണാൻ പറ്റും, അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ജീവാത്മാവിനെ മനസ്സിലാക്കാൻ പറ്റും, ആൻഡ് ദ ഫ്രണ്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ സോൾ. ആരാണ് ഫ്രണ്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ സോൾ? സൂപ്പർ സോൾ, പരമാത്മാവ്. ഈസ് ആക്ച്വലി നോളജ്. Unless one has this association of the real knower or spiritual objects, one cannot see these three things. Those who do not have such association are ignorant. Simply see the body and they think that when the body is destroyed, everything is finished. So generally എല്ലാവരും ചിന്ത അങ്ങനെയാണ്. ശരീരം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി, പിന്നെ ഒന്നുമില്ല. ബിഫോറും ഇല്ല, ആഫ്റ്ററും ഇല്ല. ബിഫോർ ബർത്ത് നമുക്കറിയില്ല, അങ്ങനത്തെ ഒരു സ്പിരിച്വൽ ഒരു അവയർനെസ് ഇല്ല. ആഫ്റ്റർ ബർത്തും നമ്മൾ പറയുന്നു എവറിത്തിങ് ഈസ് ഫിനിഷ്. ഫ്രം ഡസ്റ്റ് ടു ഡസ്റ്റ്, ഫ്രം ഡസ്റ്റ് ടു ഡസ്റ്റ്. എവിടുന്ന് വരുന്ന? ഡസ്റ്റ് എന്നാണ് വരുന്നത്. നമ്മുടെ ശരീരം എവിടേക്ക് വരുന്നു? ഡസ്റ്റിലേക്ക് പോകുന്നു, അല്ലേ? അപ്പോൾ ഈ ഡസ്റ്റിന് വേണ്ടിയിട്ട് എന്തിനാണ് കരയണത്? വൈ ദിസ് ഹ്യൂ ആൻഡ് ക്രൈ? നമ്മൾ മണ്ണിൽ നിന്ന് വരുന്നു, പഞ്ചഭൂതങ്ങളാണ്, പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. സോ നോബഡി നോസ് ദാറ്റ് ഈ പഞ്ചഭൂതത്തിൻ്റെ ഉള്ളിൽ ഒരു ലിവിങ് ഫോഴ്സ് ഉണ്ട്, അത് എറ്റേണലാണ്. അതാണ് വ്യത്യസ്തമായിട്ടുള്ള ശരീരത്തിനെ ധരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ ചുരുക്കം പേർക്ക് അറിയുള്ളൂ. അപ്പോൾ എന്താണ് പറയുന്നത്? പശ്യതി യാ പശ്യതി, അല്ലേ? യാ പശ്യതി സ പശ്യതി. അപ്പോൾ ഇതറിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. അവർ ബാഹ്യമായിട്ടുള്ള ഈ ശരീരം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ബുദ്ധിമാന്മാരായിട്ടുള്ള ജീവാത്മാക്കളല്ല. Those who do not have such association are ignorant and simply see the body and they think that when the body is destroyed, everything is finished. But actually it is not so. After the destruction of the body, both the soul and super soul exist. അപ്പോൾ ശരീരം നശിച്ചാലും ശരി, ആത്മാവിനും പരമാത്മാവിനും യാതൊന്നും സംഭവിക്കില്ല. They are intact and they go on eternally. They go on eternally in many various moving and non-moving forms. നമ്മുടെ കർമ്മത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ചരാചരങ്ങളിൽ പോകുന്നു, ആ ദേഹം ധരിക്കുന്നു. സാൻസ്ക്രിറ്റ് വേർഡ് പരമേശ്വര is sometimes translated as the individual soul because the soul is the master of the body
and after the destruction of the body he transfers to another form. In that way he is master. But there are others who interpret this Parameshwara to be the super soul. In either case, both the super soul and this individual soul continue. They are not destroyed. One who can see in this way can actually see what is happening. അതാണ് ശരിക്കുള്ള വിഷൻ. ദിസ് ഈസ് കോൾഡ് ദ റിയൽ വിഷൻ. മറ്റെല്ലാവരും എന്താണ്, ഔട്ടർ ബോഡിയെ മാത്രമേ കാണുന്നുള്ളൂ, ഇൻഡിവിജ്വൽ സോളിനെയും പരമാത്മാവിനെയും കാണുന്നില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ സോളിനെയും സൂപ്പർ സോളിനെയും ഈ ശരീരത്തിനെയും അതിൻ്റെ ഇൻട്രാക്ഷനും ഇതിൻ്റെ ഇടയിലുള്ള ഇൻട്രാക്ഷനും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ഭൗതിക സാഗരം കരകയറാൻ പറ്റുമെന്ന് നമ്മൾ നേരത്തെ ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കുകയും ചെയ്തല്ലേ. 29 കൂടി എടുക്കാം. സമം പശ്യൻ ഹി സർവത്ര സമാവസ്ഥിതം ഈശ്വരം ന ഹീനസ്തി ആത്മനാത്മാനം തതോ യാതി പരം ഗതിം. സമം പശ്യൻ ഹി സർവത്ര സമാവസ്ഥിതം ഈശ്വരം ന ഹീനസ്തി ആത്മനാത്മാനം തതോ യാതി പരം ഗതിം. രൂപേശ്വര മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം ന ഹിനസ്തി ആത്മനാത്മാനം തതോ യാതി പരം ഗതിം. ഹരേ കൃഷ്ണ. അർച്ചന മാതാജി. സമം പശ്യൻ ഹി സർവത്ര സമാവസ്ഥിതമീശ്വരം ന ഹിനസ്താത്മനാത്മാനം തതോ യാതി പരം ഗതിം. ബബിത മാതാജി. സമം പശ്യൻ ഹി സർവത്ര സമാസ്വസ്ഥിതം ഈശ്വരം ന ഹിനസ്തി ആത്മാനാത്മനം തതോ യാതി പരം ഗതി. Okay, Sujay Prabhu. Hare Krishna Prabhu. Samam pashyan hi sarvatra samavashtitam ishwaram nahi nasti atma atmanam tatho yati param gatim. Hare Krishna Prabhu. Okay, Rupeshri Mataji, your translation. ഹരേ കൃഷ്ണ പ്രഭുജി. എവിടെയും ഏതൊരു ജീവിയിലും ഒരേവിധം കുടികൊള്ളുന്ന പരമാത്മാവിനെ ദർശിച്ചാൽ ആ മനുഷ്യൻ മനസ്സുകൊണ്ട് സ്വയം അധപതിക്കുന്നില്ല. അങ്ങനെ ഇന്ദ്രിയാതീതമായ ലക്ഷ്യത്തോട് അയാൾ അടുക്കുന്നു. ഹരേ കൃഷ്ണ. One who sees the super soul equally present everywhere in every living being does not degrade himself by his mind. Thus he approaches the transcendental destination. ഏതൊരു വ്യക്തിയാണ് എല്ലാവരിലെയും ഒരേ പരമാത്മാവിനെ കാണുന്നത്. അവരൊരിക്കലും ഡിഗ്രേഡ് ആവുന്നില്ല, താഴേക്ക് പോകുന്നില്ല. അവരെവിടെ എത്തുന്നു? Thus he approaches transcendental destination. അവരുടെ ലക്ഷ്യസ്ഥാനം എന്താണ്? സ്പിരിച്വൽ സ്കൈ, അവിടേക്ക് എത്തുന്നു. The living entity, by accepting his material existence, has become situated differently than in his spiritual existence. But if one understands that the Supreme is situated in his Paramatma manifestation everywhere, that is, if one can see the presence of the Supreme Personality of Godhead in every living thing, he does not degrade himself by a destructive mentality, and he therefore gradually advances to the spiritual world. അപ്പോൾ പരമാത്മാവിനെ എല്ലാവരുടെ ദേഹത്തിലും കൊടികൊള്ളുന്നതായി കാണുന്ന ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യാൻ പറ്റും, സ്പിരിച്വൽ വേൾഡിലേക്ക് പോകാൻ പറ്റും. Mind is generally addicted to sense gratifying processes, but when the mind turns to the super soul, one becomes advanced in spiritual understanding. സാധാരണ നമ്മുടെ മനസ്സ് എന്താണ്, എപ്പോഴും സ്പെക്കുലേറ്റീവ് ആയിരിക്കും. ഗ്രാറ്റിഫൈ നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അതിനെ ശ്രമിക്കുന്നത്. പക്ഷേ അതേ മനസ്സ് ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ നമ്മളുടെ എല്ലാ ആ ഒരു സേവനങ്ങളും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം നമ്മൾക്ക് ആ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അടുത്ത 30 അടുത്ത ക്ലാസ്സിൽ വഞ്ചാകൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद।